സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിച്ഛായ ഉണ്ണികൃഷ്ണൻ ബി കഥ എഴുതി സംവിധാനം ചെയ്ത് ഗോകുലം ഗോപാലനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിവിൻ പോളി നായകനായിട്ടെത്തിയ സിനിമ. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് കറക്റ്റ് പേരാണ് പ്രതിച്ഛായ എന്നുള്ളത്, അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ആയിട്ട് ആരും കാണണ്ട. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഈ സിനിമ. പൊളിറ്റിക്കൽ ഇഷ്ടപ്പെടുന്നവരും പൊളിറ്റിക്കൽ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ അവർക്ക് കുറേ കണക്റ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്തരത്തിലൊരു കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. സിനിമയിൽ നിവിൻ പോളിയെ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തുന്നത് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രവുമായിട്ട് എത്തുന്നത്. കെ.എൻ. വർഗീസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡറായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിയുടെ റോളിലാണ് എത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്. ജോൺ എന്ന് പറയുന്ന IT മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നിവിൻ പോളി, മറ്റൊന്ന് നിശാന്ത് സാഗർ. ഭാര്യയായിട്ട് സബിതയാണ് ഇതിനകത്ത് വേഷമിടുന്നത്. പുള്ളിക്കാരിയും കുറേ നാളായി സിനിമയിലൊക്കെ കണ്ടിട്ട് അടിപൊളി പെർഫോമൻസ് ആണ്. ഇവിടെ പാർട്ടി ലീഡറായിട്ട് വരുന്നത് ഹരിശ്രീ അശോകനാണ്. പുള്ളിയുടെയും ക്യാരക്ടർ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട് മണിയമ്പിള്ള രാജു. ആൻ അഗസ്റ്റിൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലെത്തുന്നുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം ഉണ്ടായിരുന്നു, സരിത എസ് നായർ അല്ലേ. അവരുടെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് പുള്ളിക്കാരിയെയും കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കാണ് കേട്ടോ. ജസ്റ്റിൻ വർഗീസ് ആണ് ചെയ്തിരിക്കുന്നത്. കിഡു സാധനമാണ്. അതായത് നമ്മുടെ ബാലേന്ദ്ര മേനോനെ കാണിക്കുന്ന ആ ഒരു ഇൻട്രോയിലുള്ള ആ ഒരു സംഭവം, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട് ഇതിനകത്ത്, അതൊക്കെ കിട്ടു ബീജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. ചന്ദ്രു സെൽവരാജാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ ആ ഒരു 5 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് ഈ സിനിമ വരച്ച് കാണിക്കുന്നുണ്ട്. ഇത് പലർക്കും ഇട്ടുള്ളൊരു കൊട്ടാണ് ഈ സിനിമ. മെയിനായിട്ട് ഈ സിനിമ കൊട്ടുന്നത് മാധ്യമങ്ങൾക്കിട്ടുള്ളൊരു കൊട്ടാണ്. മാധ്യമങ്ങളും ഈ കോർപ്പറേറ്റ് മുതലാളിമാരും ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന ചില കള്ളത്തരങ്ങളൊക്കെ അത് പൊളിച്ചെടുക്കുന്ന ഒരു സംഭവം. അതിനകത്ത് ഇരയായി പോകുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാണിക്കുന്ന ഒരു സംഭവമാണ്. പല നേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു മാധ്യമ വേട്ട ഇതിനകത്ത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. കാരണം ഈ മാധ്യമധർമ്മം പലപ്പോഴും തെറ്റായ രീതിയിൽ പോകാറുണ്ട്. അത് നമ്മൾ കേരളത്തിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. വില്ലനായിട്ട് എത്തുന്നത് ഇതിനകത്ത് നമ്മുടെ ഷറഫുദ്ദീനാണ്. പുള്ളി വലിയൊരു ബിസിനസ്സുകാരനാണ്. ഈ പവർ എന്ന് പറയുന്നത് ഈ മാധ്യമവും സോഷ്യൽ മീഡിയ ആണല്ലോ, അവർ പറയുന്നതാണല്ലോ ജനങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ദോഷവശങ്ങളും കാണിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഇൻട്രോയിലേക്ക് വരുമ്പോഴാണ് നിവിൻ പോളിയുടെ ആ ഒരു ചേഞ്ച് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിവിൻ പോളി ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് വലിയ വാഫാറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ആക്ഷൻ രംഗങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്ത് വലുതായിട്ടില്ല. പൂർണ്ണമായിട്ടും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, പൊളിറ്റിക്കൽ മാത്രം സംസാരിച്ചു പോകുന്നത്, പാർട്ടിക്കുള്ളിൽ കുഴികാല് വെട്ടുന്ന സംഭവങ്ങളും. അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവായിട്ടാണ് നമ്മുടെ സായികുമാർ ഈ സിനിമയിൽ വേഷമിടുന്നത്. എന്നാൽ ഒരു പാർട്ടിക്കാരെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ പാർട്ടിക്കുള്ളിലുള്ള ചില സംഭവങ്ങളൊക്കെ പൊളിച്ചടുക്കി കാണിക്കുന്നുണ്ട്. അത് പലർക്കും കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് അത് കൊള്ളുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ഈ ഒരു സിനിമ കേരളത്തിൽ വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നായിരിക്കാം ഒരു പക്ഷേ പിന്നെ അണിയറ പ്രവർത്തകർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സമയത്ത് ഈ സിനിമ കേരളത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. കാരണം പൊളിറ്റിക്കൽ പരമായി ചിന്തിക്കുന്ന, പൊളിറ്റിക്കൽ അറിയാവുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് ഈ സിനിമ ഉമ്മൻചാണ്ടിയോട് കൂറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു റോളിലോട്ടൊക്കെ നമ്മുടെ നിവിൻ പോളി വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ കഥയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. അത്യാവശ്യം കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. മൊത്തത്തിൽ നമുക്ക് ബോറടി ഇല്ല, ലാഗൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ദഹിക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ടത് ഒന്ന് ബാലേന്ദ്ര മേനോൻ്റെ പെർഫോമൻസ് ആണ്, ഉമ്മൻചാണ്ടിയുടെ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സബിത, അതുപോലെ തന്നെ നമ്മുടെ സായികുമാർ, പെർഫോമൻസ് വൈസ് എല്ലാം ഓക്കെയാണ്. എല്ലാവർക്കും ദഹിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.